കുഞ്ഞുങ്ങളോടൊപ്പമുള്ള യാത്രകൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ തന്നെ വേണം എന്ന് സൂചിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നത്. ഓട്ടോയിൽ നിന്ന് ഒരു 7 വയസ്സുകാരൻ റോഡിൽ വീണു. പിന്നാലെ വന്ന കാർ ശരീരത്തിലൂടെ കയറിയിറങ്ങി. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ എന്ന വാർത്തയും, ഒപ്പം മാറിക്കയറിയ തീവണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ട്രാക്കിൽ വീണ 5 വയസ്സുകാരിക്ക് അത്ഭുത രക്ഷ എന്നത് മറ്റൊന്നും. ഒന്നാമത്തേത് ആലുവയിലാണ് സംഭവിച്ചതെങ്കിൽ രണ്ടാമത്തേത് വർക്കലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ആലുവയിൽ ഗുരുതരമായി പരിക്കേറ്റ വാഴക്കുളം സ്വദേശി നിഷികാന്ത് ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. കുട്ടിയെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി. കാറിനായി അന്വേഷണം തുടങ്ങി. ഇത് അശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല. ഒരു പെട്ടെന്ന് അവിചാരിതമായി സംഭവിച്ച കാര്യമാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ സൈഡിലിരിക്കുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഒരു ബ്രേക്ക് ഇടുകയോ ഡ്രൈവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ട ഒരു ആവശ്യം വരികയോ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ തെറിച്ച് പുറത്തേക്ക് വീഴാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എപ്പോഴും അവരുടെ മേലൊരു നമ്മുടെ ഒരു കൈ ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു സുരക്ഷിതമായി അവരെ എപ്പോഴും ഒന്ന് കെയർ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മറ്റൊന്ന്, ഈ കുഞ്ഞിന്റെ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ്. ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് വീണ കുട്ടി എഴുന്നേറ്റിരുന്നു. പക്ഷെ പിന്നാലെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. കുട്ടിയെ ആദ്യം സമീപത്തെ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പോലീസുകാരുടെ അനാസ്ഥയെക്കുറിച്ചും കുടുംബം പരാതിപ്പെടുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ബന്ധുക്കളെ വിളിച്ചു. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഉദ്യോഗസ്ഥന് ബന്ധുക്കൾ കൈമാറി. പക്ഷേ അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിലെത്തി പരാതി നൽകാനാണ് പോലീസുകാർ പറഞ്ഞത് എന്ന് കുടുംബം ആരോപിച്ചു. എന്തായാലും നിഷികാന്ത് പൂർണ്ണ ആരോഗ്യവാനായി എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. വർക്കലയിലെ സംഭവത്തിൽ പക്ഷേ കുടുംബം നന്ദി പറയുന്നത് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനോടാണ്. വീട്ടുകാർക്കൊപ്പം ഇറങ്ങുമ്പോൾ തീവണ്ടിയിൽ നിന്ന് ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു 5 വയസ്സുകാരി. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ച രാത്രി 8:30 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിൽ നിന്നാണ് 5 വയസ്സുകാരി വീണത്. ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് നീങ്ങിത്തുടങ്ങിയ തീവണ്ടി പെട്ടെന്ന് നിർത്തിയതിനാലാണ് കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചത്. തിരുവനന്തപുരത്തേക്ക് പോകാനായി അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഒപ്പമാണ് കുട്ടി വർക്കലയിൽ നിന്ന് തീവണ്ടിയിൽ കയറുന്നത്. വേണാട് എക്സ്പ്രസിലേക്ക് ടിക്കറ്റ് എടുത്ത ഇവർ തീവണ്ടി മാറി ജനശതാബ്ദിയിൽ കയറുകയായിരുന്നു. ഉള്ളിലെത്തിയപ്പോഴാണ് തീവണ്ടി മാറിയെന്ന് തിരിച്ചറിഞ്ഞത്. ഉടനെ ഇവർ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ വണ്ടി നീങ്ങിത്തുടങ്ങി. മകൾ സുരക്ഷിതമായി ഇറങ്ങി. എന്നാൽ അമ്മുമ്മ പ്ലാറ്റ്ഫോമിലേക്കും കൊച്ചുമകൾ തീവണ്ടിക്ക് അടിയിലേക്കും വീണു. എഞ്ചിന് തൊട്ടു പിന്നിലെ ബോഗിയിലാണ് ഇവർ കയറിയത്. അതിനാൽ കുട്ടി വീഴുന്നത് ലോക്കോ പൈലറ്റ് കാണുകയും പെട്ടെന്ന് തീവണ്ടി നിർത്തുകയുമായിരുന്നു. തീവണ്ടിയിലെ യാത്രക്കാർ ഇറങ്ങിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. കുട്ടിക്ക് യാതൊരുവിധ പരിക്കും ഏറ്റിട്ടില്ല. പ്ലാറ്റ്ഫോമിൽ വീണ സ്ത്രീയുടെ തലയ്ക്ക് പരിക്കേറ്റു. ലോക്കോ പൈലറ്റിന്റെ മനസാന്നിധ്യമാണ് കുട്ടി രക്ഷപ്പെടാൻ കാരണമായത്. തുടർന്ന് പോലീസും റെയിൽവേ ജീവനക്കാരും ഇടപെട്ട് 3 പേരും ജനശതാബ്ദിയിൽ യാത്ര ചെയ്യാനുള്ള അവസരമൊരുക്കി. പരിക്കേറ്റ സ്ത്രീ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഒന്നുകൂടി പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ, അതായത് 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ചും 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ മേൽ ഒരു ശ്രദ്ധ നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ കൈകൊണ്ടും ഉണ്ടായിരിക്കണം. അവരും പല കാര്യത്തിൽ കാഴ്ചകളും കണ്ടും ഒക്കെ ഇരിക്കുകയായിരിക്കും. അവർക്ക് ശ്രദ്ധക്കുറവുണ്ടാകാം. പക്ഷേ കൂടെ യാത്ര ചെയ്യുന്നവർ ആരായാലും, മാതാപിതാക്കളായാലും ബന്ധുക്കളായാലും അവരുടെ കാര്യത്തിൽ 100% ശ്രദ്ധാലുക്കളായിരിക്കണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.